വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഈ കോൺഗ്രസിന് ചിലപ്പോൾ കാര്യങ്ങളുണ്ടായേക്കാം. ലീഗ് എന്തിനതിനു വേണ്ടി ത്യാഗം സഹിച്ചു? പണ്ട് അക്കിത്തം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അരിവെപ്പോന്റെ തീയിൽ ചെന്ന് നെയ്യാൻ പാറ്റ പതിക്കവേ പിറ്റേന്ന് ഇടവഴിക്കുണ്ടിൽ കണ്ടു ശിശു ശവങ്ങളെ കരഞ്ഞുകൊണ്ട് ചൊന്നേന ഞാൻ ഭാവി പോരരോട് ഇങ്ങനെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അരിവെപ്പോന്റെ തീയിൽ ചെന്നിട്ട് ഈയാൻ പാറ്റ ചാടേണ്ട കാര്യമില്ലല്ലോ. അരിവെപ്പോൻ അവന് കാര്യമുണ്ട്, അവന്റെ ഭക്ഷണമാണ്. ഈയാൻ പാറ്റയ്ക്ക് എന്തുണ്ടായി? ഈയാമ്പറ്റയ്ക്ക് എന്ത് ഗുണമുണ്ടായി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈയാമ്പറ്റകളെ പോലെയായി തീരുന്നു ലീഗ് പ്രവർത്തകർ എന്നതാണ് കെ എസ് ഹംസ ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ പ്രതിഫലനം പൊന്നാനി മണ്ഡലത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും അതുണ്ടാവും. പാർട്ടിക്കാർ കാത്തിരിക്കുകയാണ്, ഈ അഹങ്കാരത്തിന് ഒരു മറുപടി നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമില്ല. ന്യായ പത്രികയിൽ പറയുന്നത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ CA റദ്ദു ചെയ്യുമെന്ന് CPM-ന്റെ പ്രകടന പത്രികയിലുണ്ട്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല. ലീഗുകാർക്ക് ഇതും ഒരു വിഷയമല്ലേ? അല്ല, ലീഗ് നേതൃത്വത്തിൽ ഇതൊരു വിഷയമല്ല, ലീഗുകാർക്ക് ഇത് വിഷയമാണ്. ലീഗുകാർ ഇന്നലെ തന്നെ ഞാനുമായി എൻ്റെ പഴയ സഹപ്രവർത്തകരൊക്കെ സംബന്ധിച്ചു. അവർ വളരെയധികം ദുഃഖിതരാണ് ഈ കാര്യത്തിൽ. കോൺഗ്രസിനെ ഇനി എങ്ങനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റും? കാർഗെയോട് ചോദിച്ചു, അന്ന് തന്നെ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് മാറ്റുമോ ചോദിച്ചു. ഞങ്ങൾക്കത് ആലോചിക്കേണ്ട വിഷയമാണെന്നാണ് പറഞ്ഞത്. നാളെ പറയാമെന്നാ പറഞ്ഞത്. ഇതൊരു ആലോചിക്കേണ്ട വിഷയമാണോ? ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലും അവർ അങ്ങനെയാണ്. SDP-യുടെ പിന്തുണ തള്ളാൻ വേണ്ടി 72 മണിക്കൂർ എടുത്തു കോൺഗ്രസ് എന്നുള്ളത് ഒരു വിഷയമാണോ? അല്ല, അതിനുള്ളിൽ സമസ്തയ്ക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, അത് തള്ളാൻ ഒരു 72 മണിക്കൂർ എടുത്തതായിരുന്നില്ല സത്യത്തിൽ. ആ 72 മണിക്കൂർ എന്താണെന്നറിയോ? അതിന് മുമ്പ് വേറൊരു 72 മണിക്കൂർ ഇവരുമായി ധാരണ ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്. ആ ധാരണ എങ്ങനെ ഒതുക്കണം എന്നുള്ള അതിനു വേണ്ടി എടുത്ത 72 മണിക്കൂറാണ്. ഇതിലാളുകൾ കുറെ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. KC വേണുഗോപാലും മറ്റു മറിച്ചുള്ള കുറെ ആളുകളൊക്കെ ഇവരുമായി നിരന്തരം ചർച്ച ചെയ്തിട്ടാണ് തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. തള്ളൂല കൊള്ളും എന്നൊക്കെ പറഞ്ഞുള്ള ധാരണ ഉണ്ട് അവർ തമ്മിൽ. മാത്രമല്ല, ഇങ്ങനെ പിന്തുണ കൊടുത്താൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യുപകാരമായി എന്ത് കൊടുക്കും എന്നതൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. അതെങ്ങനെ ഒതുക്കണം എന്നതിനാണ് 72 മണിക്കൂർ എടുത്തത്. ഓക്കെ, അപ്പം പല വിഷയങ്ങളിലും ലീഗ് അണികൾക്കിടയിലുള്ള ഒരു അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി വരുമെന്നതാണ് KS ഹംസ പറയുന്നത്. വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തകരാത്ത കോട്ടകളൊന്നുമില്ല. താങ്കളുടെ കുതിര കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. താങ്കളുടെ അതിൽ യാഘോഷത്തെ വയലർ അങ്ങനെ ഒരു യാഘോഷത്തെ പറഞ്ഞല്ലോ, സർഗസംഗീതം അല്ലേ? എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ, ആ കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും തകരും. തകരും. അത് കേരളത്തിലാണോ തകരുക, കേന്ദ്രത്തിലാണോ തകരുക? കേന്ദ്രത്തിലെ ഭരണകൂടം തകരണമെങ്കിൽ കേരളത്തിൽ ഈ അഹങ്കാരികൾ മാറണം. കേരളത്തിലെ ഇതിൽ പൊന്നാനിയിൽ മാറും, കേന്ദ്രവും മാറും. പൊന്നാനിയിലും മാറും, കേന്ദ്രവും മാറും അല്ലേ? അതെ. ആ ഒരു ഉറച്ച വിശ്വാസം വോട്ടർമാർക്കിടയിൽ ഉണ്ടോ? വോട്ടർമാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെഡഗോഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. അത് വോട്ടർമാരിൽ നിന്ന് ആശയം സ്വീകരിച്ച് കരുത്താർജിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ലൈലത്തുൽ ഖദറിന്റെ ഈ 27-ാം രാവിൽ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ഒരു ചോദ്യം കൂടി, എന്താണ് ഈ കുതിരക്ക് ചുവന്ന റിബൺ കെട്ടിക്കൊടുക്കാൻ? വളരെ ലളിതമാണ്. നമ്മളുടെ ചാനലിന്റെ ഒരു സിമ്പിൾ കളർ എന്ന് പറയുന്നത് ഒരു ചുവപ്പാണ്. അതിന് രാഷ്ട്രീയമായ വലിയ ബന്ധമൊന്നുമില്ല. നമ്മളത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി അല്ല, മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം, മാറിക്കൊണ്ടേയിരിക്കണം. മാറ്റമില്ലാത്തതിന്റെ മാറ്റം മാത്രമാണ്. അപ്പൊ മാറിക്കൊണ്ടേയിരിക്കുക ഞങ്ങൾ വിചാരിച്ച് പൊന്നാനിയിൽ ഒരു മാറ്റത്തിന്റെ ഒരു ചുവന്ന പരവതാനിയുമായി താങ്കൾ കടന്നു വന്നു എന്നാണ്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, സ്വാഭാവികമായും പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, നേരത്തെ KS ഹംസ മനോഹരമായി വിശദീകരിച്ചതുപോലെ ഖുർആൻ ഇറങ്ങിയ രാവ്, ആ രാവിൽ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇന്നത്തെ ഒരു മനോഹരമായ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിന് വളരെ നന്ദി KS ഹംസ.